Sreerag Rambo VOLGS സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ കാർ അണ്ടർബോഡി കോട്ടിംഗ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ബിഫോറും ആഫ്റ്ററും വ്യൂ ഒന്ന് നോക്കാം. ബിഫോർ അണ്ടർബോഡി കോട്ടിങ്ങും ആഫ്റ്റർ അണ്ടർബോഡി കോട്ടിങ്ങും. അപ്പോൾ നമ്മളിന്ന് അണ്ടർബോഡി കോട്ടിംഗ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തുള്ള പേയാട് നികുഞ്ചം സർവീസ് സെൻറ്ററിലാണ്. പ്രോസസ്സിലേക്ക് നമ്മൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ കാറ് ഫുൾ മൊത്തം കഴുകി നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാക്സിമം നെക്സ്റ്റ് ഡേ ആണ് നമ്മളിത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ കാറ് ഫുള്ളായിട്ട് നമ്മൾ ജാക്കിൽ വെച്ച് പൊക്കിയതിന് ശേഷം 4 അലോയ് വീൽസും ഇളക്കിയാണ്. അതിനുശേഷം കാറിന് ചുറ്റും നമ്മൾ ബോഡിയിൽ ചുറ്റും ഡീസൽ സ്പ്രേ ചെയ്യാണ്. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർബോഡി കോട്ടിങ്ങിൻ്റെ സ്പ്രേ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നമ്മുടെ പെയിൻറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൽ കാണുന്ന പോലെ ബിഫോർ ഷോട്ടാണ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഡീസൽ സ്പ്രേ ചെയ്യുന്നു. ഫുൾ ഡീസൽ സ്പ്രേ ചെയ്തതിന് ശേഷമാണ് അണ്ടർബോഡി കോട്ടിംഗ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് സർഫാകോട്ട്സിൻ്റെ അണ്ടർബോഡി കോട്ടിംഗ് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ 3Mൻ്റെ അണ്ടർബോഡി കോട്ടിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. പ്രൈസ് ഓൾമോസ്റ്റ് 2000 റുപ്പീസാണ് ഏറ്റവും കുറഞ്ഞത് വരുന്നത്. അത് അക്കോർഡിംഗ് ടു ലിറ്റർ ഓഫ് പെയിൻറ്റ് പിന്നെ ടിന്നർ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ വലിയ വെഹിക്കിളാകുമ്പോൾ അതനുസരിച്ച് വിലയും കൂടും. 3Mൻ്റെ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. 3Mൻ്റെ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, സർഫാകോട്ട്സിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് വണ്ടിയുടെ അണ്ടർബോഡി കോട്ടിംഗ് ചെയ്യണമെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എത്ര തുരുമ്പ് കയറി എത്ര പ്രശ്നമുള്ള വണ്ടിയാണെങ്കിലും ഈ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പുതിയൊരു വണ്ടി ഇറങ്ങുന്ന അതേ ഒരു ഫീലായിരിക്കും. അപ്പോൾ നമ്മൾ ആ വീൽ ആർച്ചസും വീലിൻ്റെ വെല്ലിനകത്തെല്ലാം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ പുതിയ വണ്ടി പോലെ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും കിട്ടുന്നത്. അടുത്ത നമുക്ക് ഈ അണ്ടർബോഡി കോട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഹെവി മൺസൂൺസ് ഉള്ള ടൈമാണ്. നമുക്ക് എപ്പോഴും ഒരു 4 മാസത്തിൽ ഒരിക്കൽ മഴ വരുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് അത്രയും തന്നെ ബോഡിയുടെ അടിയിലോട്ട് നല്ലപോലെ വെള്ളം ചെളി ഇതെല്ലാം കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പല പാർട്സിലും നമുക്ക് ഇപ്പോൾ സ്പായിലൊക്കെ പോയാണ് വണ്ടി കഴുകുന്നതെങ്കിൽ പല അണ്ടർബോഡി പാർട്സിലും നമുക്ക് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ സർവീസ് സ്റ്റേഷൻസൊക്കെ ആണെങ്കിൽ അവർ ഓയിലെങ്കിലും അറ്റ്ലീസ്റ്റ് സ്പ്രേ ചെയ്യും അടിയിൽ മൊത്തം. അപ്പം ഒരു പ്രൊട്ടക്ഷൻ ഓയിൽ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ സ്പാസിലൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ യൂഷ്വലി നമുക്ക് തുരുമ്പ് കയറുക അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. കുറേ കാലത്തിന് ശേഷം പല പാർട്സും ദ്രവിച്ചു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രിവെൻഷൻ എന്ന പോലെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം സെഡാൻ മോഡലായാലും ഹാച്ച് ബാക്ക് മോഡലായാലും SUV മോഡലായാലും പിക്കപ്പ് ട്രക്സ് ആയാലും നമുക്ക് ട്രക്സ് ആയാലും ഹെവി മെഷീനറി ആയാലും ഈ ഒരു അണ്ടർബോഡി കോട്ടിംഗ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പല വണ്ടിക്കും പല റേറ്റാണ്. അക്കോർഡിംഗ് ടു ദ ലിറ്റർ ഓഫ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വണ്ടി ഫുള്ള് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് അടിക്കുന്നത്. അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് കറക്റ്റ് കാണാം. നമ്മൾ ഈ തുരുമ്പ് ഫുള്ള് റിമൂവ് ചെയ്യാതെ സർഫസിൽ ചെറിയ തുരുമ്പാണെങ്കിൽ പോലും അതിൻ്റെ പുറത്തടിച്ചു കഴിഞ്ഞാൽ ഫെർദറായിട്ട് ഇത് തുരുമ്പ് കയറുന്നത് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിപ്പോൾ പഴയ കാറിൽ മാത്രമല്ല നമുക്ക് പുതിയ കാറിൽ വേണമെങ്കിൽ ഈ അണ്ടർബോഡി കോട്ടിങ് ചെയ്യാവുന്നതാണ്. അണ്ടർബോഡി കോട്ടിങ് ഇപ്പം പുതിയ കാർസിലെല്ലാം നമ്മളിപ്പം ഷോറൂമിൽ അഡീഷണലായിട്ടാണ് ചെയ്യുന്നത്. അഡീഷണലായിട്ട് ചെയ്യുമ്പോൾ വളരെ ഹൈ കോസ്റ്റാണ് നമുക്ക് അവർ പറയുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 3500, 4000, 5000 റേഞ്ച് വരെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതേ സെയിം കോട്ടിങ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വളരെ റേറ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിലൊരു പ്രത്യേകിച്ച് കോട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇത് കമ്പനി സ്റ്റോക്ക് ഇങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ പല പാർട്സും മെറ്റാലിക് ആയിട്ടുള്ള അതായത് അയൺ ഉള്ള പാർട്സ് എല്ലാം കറക്റ്റായിട്ട് തുരുമ്പ് കയറിയിട്ടുണ്ട്. ബാക്കി അലുമിനിയം പാനൽസിലൊന്നും തുരുമ്പ് കയറിയിട്ടില്ല. അപ്പം കറക്റ്റ് നമ്മൾ ഈ കോട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ ഫെർദറായിട്ട് തുരുമ്പ് കയറുന്ന കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടെസ്റ്റ് പണി ചെയ്യുന്ന വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ ഇത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പം 15 ഇയേഴ്സ് ആയിട്ടുള്ള തുരുമ്പ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം റിമൂവ് ചെയ്ത് പുതിയ പാനൽ കയറ്റുകയാണെങ്കിൽ പോലും ഇതൊന്ന് ചെയ്യുകയാണെങ്കിൽ
വണ്ടിയുടെ ലൈഫ് കൂടുന്നതാണ്. പിന്നെ ഓൾസോ നമ്മൾ ഇപ്പം ഈ വണ്ടി റീസെല് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് പറയാം ഇതേപോലെ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ടുണ്ട്, അപ്പം അത്രയും ക്വാളിറ്റി ഉള്ള സംഭവമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയാം. വണ്ടിയുടെ സൈലൻസർ ഉൾപ്പെടെയുള്ള എല്ലാത്തിലും ഈ കോട്ടിങ് കൊടുക്കുകയാണ്. പക്ഷേ സൈലൻസറിൽ അവർ ഈ പെയിൻറ്റ് ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം സൈലൻസർ നല്ലപോലെ ഹീറ്റ് ആവുന്നതാണ്. ഇത് അത്ര എക്സ്ട്രീം ടെമ്പറേച്ചറിന് യൂസുള്ള പെയിൻ്റ് അല്ല, ജസ്റ്റ് അണ്ടർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള പെയിൻ്റാണ്. സൈലൻസർ ഇനി എത്ര പെയിൻ്റ് അടിച്ചാലും സൈലൻസർ അത്രയും ഹീറ്റ് ആവുന്നുണ്ട്, ഈ പെയിൻറ്റ് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ സൈലൻസറിൽ പെയിൻറ്റ് യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സൈലൻസർ ഫുള്ളും സ്പ്രേ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ബിഫോറും ആഫ്റ്ററും കറക്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും വണ്ടി നല്ല വ്യത്യാസമുണ്ട്. അടി ഫുള്ള് ഒരു പുതിയ വണ്ടി എന്താണോ അതേ സെയിം എഫക്റ്റാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് ഒരു കവറേജും വരുന്നുണ്ട്. ഒരു സ്പോട്ട് പോലും മിസ് ചെയ്യാതെയാണ് ഫുൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ അഡ്വാൻറ്റേജസ് ഉണ്ട്. റസ്റ്റ് പ്രൊട്ടക്ഷൻ, പിന്നെ വണ്ടിയുടെ ലൈഫ് കൂട്ടുന്നു. 15 years എന്നുള്ളത് നമുക്കിപ്പം പിക്കപ്പ് ട്രക്സ് അങ്ങനെയുള്ള ഹെവി വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ ഈ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ മോശം കണ്ടീഷനിൽ കൂടെ നല്ലപോലെ വണ്ടി കിടന്ന് ഓടിയാലും ഒരു റസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിൽ കിടക്കും. അതുകൊണ്ട് ഈ അണ്ടർ ബോഡി കോട്ടിങ് മാക്സിമം ചെയ്യാത്ത വണ്ടിയിലൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ റോഡ് കണ്ടീഷൻസും നമ്മുടെ മൺസൂണൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം എന്തായാലും ഈ അണ്ടർ ബോഡി കോട്ടിങ് ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ, ലൊക്കേഷൻ എല്ലാം ഇതിലിട്ടേക്കാം. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ കോൺടാക്റ്റ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 to 3 days ആണ് എടുക്കുന്നത്. അപ്പം നേരത്തെ തന്നെ മാക്സിമം വിളിച്ച് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് പോകാൻ നോക്കുക. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പല വ്യൂവേഴ്സും 99% വ്യൂവേഴ്സും നോൺ സബ്സ്ക്രൈബാണ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടെ ബെല്ലൈക്കനും എനേബിൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു അഗൈൻ.